ഞാൻ അല്പസമയം കൂടിയുള്ളൂ, നമ്മുടെ സമയം കഴിയുകയാണ്. അതുകൊണ്ട് ഒന്നുകൂടി ശ്രീ ചാൾസ് ജോർജിലേക്ക് പോകുന്നു. ശ്രീ ചാൾസ് ജോർജ്, രാഷ്ട്രീയ ചർച്ച എന്നതിലപ്പുറം ഇതിൽ അടിയന്തരമായിട്ട് വരാം. അദ്ദേഹം പോയിരിക്കുന്നു. ശരി, പറഞ്ഞോളൂ ശ്രീ എസ്സലാം. അടിയന്തരമായി ഇപ്പോൾ ചെയ്യേണ്ട കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം. പറഞ്ഞോളൂ. പ്രിയപ്പെട്ട ജോണിന്റെ മകൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ആ കാര്യത്തിൽ അതിൽ മുതലപ്പുഴയിലെ പ്രത്യേകമായൊരു സാഹചര്യം നമ്മൾ വളരെയേറെ നേരത്തെ ചർച്ച നടത്തിയ കാര്യമാണ്. ഇവിടെ ജിൻഡോ പറഞ്ഞ എല്ലാത്തിനും വീണ്ടും ഒരു പൊളിറ്റിക്കലി മറുപടി ഞാൻ പറയുന്നതിന് പറഞ്ഞല്ലോ, ചർച്ച പൊളിറ്റിക്കലി കൊണ്ടുപോകേണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ മുതലപ്പുഴി അശാസ്ത്രീയമായ നിർമ്മാണമാണ് അവിടുത്തെ പ്രശ്നം എന്നുള്ള കാര്യം നമ്മൾ പല പ്രാവശ്യം ചർച്ച നടത്തിയാണ്. പ്രിയപ്പെട്ട ഫാദർ പെരേര അദ്ദേഹത്തിന് ഉൾപ്പെടെ നന്നായിട്ട് ആ കാര്യം അറിയാം. അതിനൊരു ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റ് നന്നായി പരിശ്രമിച്ചു. അവിടുത്തെ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അതിന്റെ ഭാഗമായി സഹകരിച്ച ഒരു കാര്യമാണ് ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യം. 177 കോടിയുടെ ഒരു പ്രൊജക്റ്റ് നിലവിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ചർച്ചയിലേക്ക് വന്നു. CWPRSന്റെ അപ്രൂവൽ, അതിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് തയ്യാറാക്കി CWPRSന് കൊടുത്തു. അവരുടെ പരിശോധിച്ചിട്ട് അവർ അതിന് അംഗീകാരം തന്നു. അതിനുശേഷം കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ ജിനിൻ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കടലറിവ് പ്രധാനമാണ്. പ്രാദേശികമായ തൊഴിലാളികളുടെ കടലിനോട് സ്ഥിരമായി എത്രയോ തലമുറകളായി പരിചയപ്പെട്ട് നിൽക്കുന്ന ആ തൊഴിലാളികളുടെ അറിവ് പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടി പ്രാദേശികമായി ഈ പ്രൊജക്ട് കൊണ്ട് ചർച്ച ചെയ്തു. അവിടെ ചർച്ച ചെയ്തു. അവിടുത്തെ പുരോഹിതന്മാരുണ്ടായിരുന്നു, അവിടുത്തെ പള്ളിയുടെ മറ്റു ഭാരവാഹികളുണ്ടായിരുന്നു, തൊഴിലാളികളായിട്ട് ആളുകൾ അവിടെ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അത് 2025 അങ്ങനെയാണ് ആ പ്രോജക്റ്റിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ആ മുതലപ്പുഴയുടെ തെറ്റായ നിർമ്മാണ പ്രവൃത്തിയുടെ പരിഹാരത്തിന് വേണ്ടി മുട്ട് നീട്ടി വളച്ചു കൊണ്ടുവന്നിട്ട് ആ മണൽത്തിട്ട വന്ന് കൂടുന്ന ഒഴിവാക്കി അവിടെയാണല്ലോ വന്ന് തട്ടിയിട്ട് വെള്ളം മറയുന്നത്. അത് അങ്ങനെയാണ് ആ ശാസ്ത്രീയമായൊരു കാര്യം. ആ പ്രൊജക്ട് കൊണ്ടുവരികയും പ്രാദേശികമായ ചർച്ച കൂടി നടത്തിയിട്ട് അതിപ്പോൾ റണ്ണിംഗ് ആണ്. പ്രിയപ്പെട്ട ജിൻഡോ, ആ പ്രൊജക്ട് 177 കോടിയോടെ അതിന്റെ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ റണ്ണിംഗ് ആണ് ആ പ്രൊജക്ട്. അത് ഈ പറഞ്ഞ പാതിരി തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സ്വാഭാവികമായിട്ട് കഴിയണം. അതേ സമയത്തിന് തീരുമാനിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് അടിയന്തര സ്വഭാവത്തിൽ എന്തൊക്കെ ആവശ്യം വന്നാൽ ചെയ്യേണ്ട കാര്യം. ഇപ്പോ സീ റെസ്ക്യൂ സ്ക്വാഡ് ഉണ്ടാക്കി, പ്രാദേശികമായ തൊഴിലാളികളുടെ കൂടി ചേർത്തുണ്ടാക്കി. അതെന്താ ഇപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്നില്ല? അത് പെട്ടെന്ന് ഒരു 3 മാസം പ്രവർത്തിക്കാതാവുകയാണോ? അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സംവിധാനം കൂടിയുണ്ട്. ഇപ്പോൾ അപകടമുണ്ടായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് അല്ലേ അത് പരിശോധിക്കേണ്ട കാര്യം, അല്ലെ പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം വരുന്നത്. ശരി, അടുത്ത ദിവസം തന്നെ കാണാതായവരെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ചർച്ച അവസാനിപ്പിക്കാം. നമുക്ക് വരും ദിവസങ്ങളിൽ ഇരിക്കേണ്ടതുണ്ട്. ഇത് 1 മണിക്കൂറിൽ തീരുന്ന വിഷയവുമല്ലല്ലോ. വളരെ നന്ദി ജിജി ജോൺ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം രേഷ്മയ്ക്ക് നന്ദി പറയുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ എസ്സലാം, ഫാദർ യൂജിൻ പെരേര, ശ്രീ ചാൾസ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. Debate with Smriti Parithikkad.